അപ്പം അതുകൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ പരിപൂർണമായി അതിൽ നിന്ന് വിട്ടുനിന്നു. അതാണ് സംഭവം. പാണക്കാട് തങ്ങന്മാരെയും ആ കുടുംബത്തെയും ഈ ഒരു 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 ബോധപൂർവം അല്പം ഒന്ന് എന്താ പറയുന്നത് അകലെ നിർത്തണമെന്നോ അല്ലെങ്കിൽ ഒരു നിഴലിൽ നിർത്തണമെന്നോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഘാടനവും ഒരു സംഗതിയും ഇതിലെന്തുകൊണ്ടായിരിക്കും ഉണ്ടായത്? അതുണ്ടായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പിന്നെ പാണക്കാട് തങ്ങന്മാർ ഒഴിവാക്കപ്പെട്ടതായി ബോധ്യപ്പെട്ടു. അതിനകത്ത് വല്ല ആലോചന നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കണ്ടത് എൻ്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ നിന്ന് പരിപൂർണമായി പിന്മാറി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധി അസ്ലം മൗലവി സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബഹുമാന്യനായ ഫൈലി ഉസ്താദ് അവറുകൾ എടപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു 6-7 മിനിറ്റ് കൊണ്ടുകൂടെ എത്തിച്ചേരും. ഉസ്താദിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം ഈ സദസ്സ് കാംക്ഷിക്കുകയാണ്. ഈ സമുന്നയത്തിൻ്റെ, ഈ ഒരുമിച്ചുകൂടലിൻ്റെ, ഈ ഐക്യത്തിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനി പൊളിക്കാൻ ഒരു വാപ്പാടം ഒനുക്കും കഴിയൂല. അത്രത്തോളം ആ കാര്യങ്ങൾ ക്ലിയറാണ്. പിന്നെ പണ്ട് മുതലേ നമ്മൾ സമുദായത്തിൻ്റെ ആവശ്യത്തിന് ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ വൈതരണികൾ, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അത് മെയിൻറ്റ് ചെയ്യേണ്ടത് മെയിൻറ്റ് ചെയ്യും, മെയിൻറ്റ് ചെയ്യേണ്ടാത്തത് കാലുകൊണ്ട് തട്ടി പള്ളിയിലേക്ക് കളയും. അപ്പോൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ് ഞാൻ. എൻ്റെ ഒരു സഹോദരനാണ് തൗഫീഖ് മൗലവി അവർകൾ. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസിയുടെയും വഹബിയുടെയും ജബ്ബാർ സക്കാഫിയുടെ ഒക്കെ കൂടെ ഒരുമിച്ച് ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഒരു വയറിളക്കത്തിൻ്റെ സൂചന എനിക്ക് കിട്ടി. അപ്പോൾ ആ വയറിളക്കം ഒന്ന് മാറ്റണമെന്ന് രാത്രി 11 മണിക്ക് ഞാൻ തീരുമാനിച്ചു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ യാത്ര മഹാനായ ശംസുൽ ഉലമ പറഞ്ഞതുപോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന മാർഗത്തിലാണ്. സമുദായത്തിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആ പോയിന്റിൽ തന്നെയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജമിയത്തുകൾ നിൽക്കുന്നത്. ജമിയത്തുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രാധാന്യം എന്ന് പറയുന്നത് ഈ രാജ്യമാണ്, ഈ രാജ്യത്തിൻ്റെ ഐക്യമാണ്, ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദമാണ്, ഈ രാജ്യത്തിൻ്റെ രഞ്ജിപ്പാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും തമ്മിലുള്ള സ്നേഹമാണ് നമ്മളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം. അതുകൊണ്ട് ഈ ജംഇയ്യത്തുകളുടെ ഒരുമിച്ചുകൂടൽ കണ്ട് ആരും വിഷമിക്കണ്ട, ആർക്കും വയറ്റിളക്കം ഉണ്ടാവുകയും വേണ്ട. അത് ഉണ്ടായാൽ നമ്മൾ അംഗീകരിക്കുകയോ ഇല്ല. ഇപ്പൊ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലയിലെ കാര്യമൊക്കെ പറയാൻ അത്യാവശ്യം ഞാൻ മതി, പോരായിക്കേണ്ടി തൗഫീഖ് മൗലവി പറയും. മനസ്സിലായില്ലേ? അപ്പൊ അത് പറയാനും അത് നേരിട്ട് പറയാനും അത് ഇവിടെ വന്നിന്ന് പറയാനും ഒക്കെ കൂടിയായിട്ടാണ് ഞാനോടെ കൂടി വന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് വന്ന് അവിടെ കാറ് മാറ്റി ഒതുക്കി നിർത്തി എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ നിന്ന് ഇതെല്ലാം വീക്ഷിച്ച് സന്തോഷത്തോടെ പോകാൻ തീരുമാനിച്ചത്. ഏതായാലും അത് നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അകത്തേക്ക് കയറി ഒരു കാർഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞു, സദസ്സിലേക്കും കയറി. ഇൻഷാ അല്ലാഹ് ഈ ഐക്യം, ഈ ഒരുമ, ഈ ഒത്തൊരുമ, ഈ ജംഇയ്യത്തിന്റെ ഈ ഒത്തൊരുമ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തും. ഇതിനകത്ത് മഹാനായ ശൈഖുന AP ഉസ്താദ് വരും, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഴുവൻ ആളുകളും വരും. പറ്റൂലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വീൽ ചെയറിൽ എടുത്തുകൊണ്ടിരും. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സമന്വയിക്കും. 1400 വർഷം മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി പള്ളികളായി, യത്തീംഖാനകളായി, അറബിക് കോളേജുകളായി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ലീഗൽ ക്ലിയറായി വെക്കണം. ഇത് നിയമമായി കഴിഞ്ഞു. ഇവിടെ ഒരു ഉസ്താദ് പറഞ്ഞു 5-ാം തീയതി വരെ ഇത് നിയമമാവില്ല, 5-ാം തീയതി വരെ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരുന്നോളാൻ. അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ്. നിയമമായി കഴിഞ്ഞു. ഇനി ആ നിയമം നിലനിർത്തി കിട്ടാൻ, ഈ കിരാതമായ നിയമം നിലനിർത്തി കിട്ടാൻ സുപ്രീം കോടതിയിൽ എന്തെല്ലാം അഭ്യാസങ്ങൾ നടത്തണമെന്ന് മോദിയും അമിത്ഷായും അവരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1% പോലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട്
നമുക്ക് പിന്നിൽ ആരുമില്ല, നമുക്ക് മുന്നിലും ആരുമില്ല. ഖുർആനും ഹദീസും